സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്നു അമ്മ പോയതിനെക്കുറിച്ചും മിത്രനോട് കൃഷ്ണമംഗലത്തേക്ക് കയറിക്കൂടാനും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അലോകിനായിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കിയതല്ലേ, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയും. പേടിക്കേണ്ട മോളെ, നീ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടുത്തെ ശത്രുവായിട്ട്, അതായത് വിവാഹത്തെക്കുറിച്ച് മറച്ചു വെച്ചതുകൊണ്ട് അച്ഛൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് കയറിയാൽ മതി. നിന്നെ വിളക്ക് വെച്ച് സ്വീകരിക്കാമെന്ന് പറയും. എന്തായാലും ഇത്രയല്ലാതെ വേറെ ആരും പോയിട്ട് കാര്യമില്ല എന്ന് പറയും. എന്നാലും എന്തൊക്കെ സംഭവിച്ചേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നു. അപ്പം മീനാക്ഷി ആകാശിനോട് പറയുന്നുണ്ട്, ആകാശേ വിഷമമൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല, അച്ഛനെ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി അതേക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ആകാശ് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടും. പിന്നെ കാണിക്കുന്നത് അനന്തൻ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ വന്ന് പറയുന്നുണ്ട്, അനന്താന്ന് വിളിക്കുമ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കും. ഗോമതി വല്ലാത്ത വിഷമത്തിലുള്ള മോനെ, എന്തിന് എന്ന് ചോദിക്കും. അല്ല, അവൻ അവിടെ നിന്ന് ബാലൻ ഇറക്കി വിട്ടതല്ലേ, അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വിഷമത്തിലാണ്. ശരിക്കും നേരാവണ്ണം ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഒരു ഉഷാറും ഇല്ല എന്ന് പറയും. ഇത്രയും കാലം അവിടെ ജീവിച്ചതല്ലേ എന്ന് പറയും. അപ്പോൾ അത് അനന്തൻ തന്നെ പറയുന്നുണ്ട്, ഇതൊരു പുതിയ വീടും പുതിയ ആൾക്കാരായിട്ട് തോന്നുന്നുണ്ടാവും, ഏറ്റവും വലിയ രക്തബന്ധമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ നന്ദിതയും പറയും, അതെ ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട് എന്ന് പറയും. അപ്പോൾ അലോക് പറയുന്നുണ്ട്, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി അപ്പച്ചിനെ അങ്ങോട്ട് പറഞ്ഞയക്കാനൊന്നും നോക്കണ്ട, എന്തായാലും ഇറക്കി വിട്ട ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, പിന്നെയാണ് നിൽക്കും. അപ്പോൾ അച്ഛമ്മനോട് ചോദിക്കുന്നുണ്ട്, വീടിൻ്റെ കാര്യം അമ്മ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും പറയും. വേണ്ട, ഇപ്പം പറയണ്ട, എന്തായാലും അവളെ മനസ്സൊന്ന് മാറട്ടെ എന്നും പറയുന്നുണ്ട്. പിന്നീട് ധർമ്മൻ ബാലനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. കളിയാ വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയും. അതിനിവിടെ വല്ലതും വെച്ചോ എന്ന് ചോദിക്കും. ഇവിടെ ഒന്നും വെച്ചില്ല, പൊതിച്ചോറിന് വാങ്ങിയെന്ന് പറയും. എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, എനിക്ക് വേണ്ട, അവിടെ വന്ന് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ആനന്ദം വരും, പറയും അച്ഛൻ അളിയൊരു വിഷമം ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കും. എന്ത് വിഷമം, എനിക്കൊരു വിഷമമില്ല എന്ന് പറഞ്ഞ് ബാലൻ ചാടി എഴുന്നേൽക്കുന്നു. ഒരു കള്ളം കണ്ടുപിടിച്ച് അത് ശിക്ഷിച്ച് അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും, അല്ലാണ്ട് ദുഃഖമാണോ? നല്ല കാര്യമേ, ഒരു കേസ് തെളിയിച്ച സന്തോഷം ഉണ്ടായി, എനിക്ക് ഒരു വിഷമവും എന്ന് പറഞ്ഞു ബാലൻ എഴുന്നേൽക്കണം. ശരി, അച്ഛന് വിഷമമില്ലെങ്കിൽ വേണ്ട, അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ പൊതിച്ചോറായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയും. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ടാണ്, ശരി മാമ, അച്ഛന് ചോറ് ഇവിടേക്ക് കൊണ്ടുകൊടുക്കുക, അച്ഛനെ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറയും. അങ്ങനെ പറയും, എനിക്കല്ലാണ്ട് ഒരു വിഷമവും എന്നാൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ബാലൻ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മിത്ര വല്ലാത്ത വിഷമത്തിലാണ്. മിത്ര പെട്ടെന്ന് തന്നെ ഒരു പെട്ടെന്നൊരു കരച്ചിലേക്ക് മിത്രയ്ക്ക്. അതിന് മുന്നേ തന്നെ നമ്മുടെ ദേവി പറയുന്നുണ്ട്, കടയിലേക്ക് ഒന്ന് പോകണം, സ്റ്റോക്ക് എടുക്കണം, ഇന്ന് മുടക്കണമെങ്കിലും നാളത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്തായാലും കട അങ്ങനെ പൂട്ടിയിടാൻ പറ്റില്ലല്ലോ, അത് അച്ഛന് വിഷമാവും എന്നൊക്കെ പറയും. പെട്ടെന്ന് തന്നെ എല്ലാം തകർന്ന് എന്നുള്ളൊരു രീതിയിൽ മിത്ര പൊട്ടിട്ട് കരയിന്. അപ്പോൾ ചേച്ചിമാരെ രണ്ടുപേരും അപ്പുറത്തപ്പുറത്ത് ആശ്വസിക്കുന്നത്, എന്തിനാ മോളെ നീ കരയിനെ, ഞാൻ കാരണമല്ലേ ഇത് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടുള്ളത് എന്നൊക്കെ പറയും. അപ്പോൾ ആരും പറയും, സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടോ ഇതോ, ആകാശേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തോ എവിടെ എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നിനക്കറിയാവുന്നതല്ല മിത്ര, നീ ചെറുപ്പം കാലം തുടങ്ങി കാണാനല്ലേ ഞങ്ങൾ അച്ഛൻ അടിക്കുന്നതും വിഷമിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതൊക്കെ, പിന്നെ നീ എന്താ ഇവിടെ അത്ര വലിയ സന്തോഷമുള്ള വീടൊന്നുമല്ല എന്ന് പറഞ്ഞ് മിത്രനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ചേച്ചിമാർ രണ്ടുപേരും കൂടെ മിത്രനെയും കൊണ്ട് പോകും. പിന്നീട് വീണ്ടും മുറിയിൽ കിടന്നു കഴിഞ്ഞിട്ട് പൊട്ടിക്കരയിന് മിത്ര. അപ്പച്ചി പോയി, അപ്പച്ചിയും അങ്കിളും പിരിയാൻ കാരണം ഞാനാണ് എന്നുള്ളൊരു ധാരണയിലാണ് കരയുന്നത്. അപ്പോൾ ആര്യം വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നീ അച്ഛനോടെല്ലാം പറഞ്ഞില്ലേ, നിന്നോട് അച്ഛനൊരു ദേഷ്യമില്ല. അപ്പം മീനാക്ഷിയും എന്ന് പറയും, അതെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെയും കൂടി അച്ഛൻ ശിക്ഷിച്ചേനായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പിന്നെ എന്തൊക്കെയോ സംഭവിച്ചോ, ഈ വീട്ടിൽ എന്തെല്ലാം സംഭവിച്ചല്ലേ, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ ഈ വീട്ടിലില്ല എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്ത് കയറി പറ്റിയാലോ എന്ന് ചോദിക്കും. എങ്ങനെ പോകാനാണ്, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുമെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞിട്ട് നിന്നിട്ട് അമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, ഇന്ന് അമ്മനെ പിന്നെ കണ്ടില്ലല്ലോ എന്ന് പറയും. എന്തായാലും അച്ഛനെ ഇറക്കി വിട്ടത് ശരിയായില്ല, പക്ഷെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അതും ഒരു ശരി തന്നെയാണ്, കാരണം അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കണേന്ന് പറയും. അപ്പോൾ മീനാക്ഷിയും പറയുന്നുണ്ട്, അതെ അന്ന് കൊടൈക്കനാലിൽ വന്നത് പോലും അമ്മയുടെ അമ്പലത്തിലെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇത്രയും വലിയൊരു തെറ്റ് മറച്ചു വെച്ചാൽ ആരായാലും ക്ഷമിക്കില്ല, എന്തായാലും കുറച്ച് ദിവസം കഴിയാണ്ട് അച്ഛൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയും. ഇനിയിപ്പോൾ എന്തായാലും കൃഷ്ണമംഗലത്തേക്ക് നമുക്ക് മിത്രനെ പറഞ്ഞയക്കുക തന്നെ ചെയ്യാം, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. എന്തായാലും ബാ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറയും. കൂടെ ചേച്ചിമാരും അനിയത്തിയും കൂടി അവിടെ ചെന്ന് നിൽക്കണം, വാതൊക്കെ ചെന്ന് നോക്കും. കുറച്ച് നേരം നോക്കി നിന്നിട്ടും ഒരു രക്ഷയില്ല, ഒരു അനക്കവും ഇല്ല, കാണുന്നൊന്നുമില്ല. എന്നിട്ട് പിന്നെ അവർ ഇങ്ങനെ
വെറുതെ വായ കൊണ്ടൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാക്കരയും താറാവിൻ്റെയും കോഴിയുടെയും ഒക്കെ ഒച്ച ആയിട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. എന്തായാലും ഗോമതി അടുക്കളയിലേക്ക് വരുന്ന സമയത്താണ് വായ കൊണ്ട് ഇങ്ങനെ ടോ ടോ എന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഗോമതിക്ക് ഇങ്ങനെ സംശയം തോന്നി. അങ്ങനെ ഗോമതി ഒന്ന് നോക്കണ് എന്താണാവോ അവിടെ ഇങ്ങനെ 3 മരുമക്കളും മാറി മാറി ഇങ്ങനെ വായ കൊണ്ട് ശബ്ദം ഉണ്ടാക്കണ്. അങ്ങനെ ഗോമതി ഹാളിൽ നിന്ന് റൂമിലേക്ക് വന്ന് കർട്ടൻ പൊക്കി അങ്ങോട്ട് നോക്കുമ്പോൾ മരുമക്കളും 3 പേരും കൂടെ നിന്ന് അമ്മനെ കാണാനുള്ള തത്രപ്പാടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. വിഷമത്തോടെ ഗോമതി അത് നോക്കി ഇങ്ങനെ നിൽക്കണ്. അപ്പോൾ ദേവിയുടെ ശബ്ദത്തിനൊക്കെ വ്യത്യാസം വന്ന് കാക്കയും പോയി പൂച്ചയൊക്കെ ആയി. അപ്പോൾ എന്തായാലും ഗോമതി ഇറങ്ങി വരാണ്ട് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ ചാരി നിൽക്കണ്. മരുമക്കൾ എന്തായാലും നിരാശയോടുകൂടി തിരിച്ചു പോകുന്ന ഒരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലൻ റൂമിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര്യം എന്താ പറയും, അച്ഛാ ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. എന്താടാ അങ്ങനെ ചോദിക്കുന്നത്, നീ ഇരിക്കുകയെന്ന് പറയും. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. നീ ഇത്രയും കഴിച്ചോ എന്ന് ചോദിക്കും. ഞങ്ങൾ കഴിച്ചു എന്ന് പറയും. അച്ഛാ അപ്പോൾ ചോദിക്കും, ഏട്ടാ നീ ജോലിക്ക് പോയില്ലേ, ഇന്നെന്താ ജോലിക്ക് പോകാഞ്ഞേ? എടാ നിനക്ക് ജോലിക്ക് പോയാൽ നിനക്ക് എന്ത് കിട്ടും ഒരു ദിവസം, നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അച്ഛാ വിഷയം മാറ്റണ്ട, ഞാനത് ചോദിക്കാൻ വന്നതല്ല എന്ന് പറയും. പിന്നെ നീ എന്ത് ചോദിക്കാൻ, നീ വീടാകെ തകർന്നില്ല അച്ഛാ എന്ന് പറയും. ആര് പറഞ്ഞു തകർന്നു? ദേവമംഗലം തകരാൻ ഞാൻ സമ്മതിക്കില്ല. ദേവമംഗലത്തിന് ഒരു കുഴപ്പമില്ല എന്ന് പറയും. അത് അച്ഛൻ്റെ തോന്നലല്ലേ അച്ഛാ, അമ്മ ഇല്ലാത്തതോടുകൂടി ഈ വീട് തകർന്ന തരിപ്പണായ പോലെ ആയില്ലേ എന്ന് പറയും. അതും നിൻ്റെ തോന്നലാണ് ആര്യ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഗോമതി ഇല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ അത്രയും വലിയ തെറ്റ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ, മിത്രനെ കൊണ്ടായാലും ചെയ്യിപ്പിച്ചില്ല. ആർക്കും ഇഷ്ടമില്ലാത്തൊരു കല്യാണം അടിച്ചേൽപ്പിച്ചു. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി സത്യസന്ധതയോടെ ജീവിക്കുമ്പോൾ എല്ലാവരും കൂടെ എന്നെ ചതിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ സന്തോഷത്തോടെ നിൽക്കണ്. നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലനെ ഉപദേശിക്കുന്നു. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛന് വിഷമമൊന്നും തോന്നരുത് എന്നിങ്ങനെ ബാലൻ പറയണ്. എന്താടാന്ന് ചോദിക്കും. അച്ഛൻ പറഞ്ഞ പോലെ ഈ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയരുത്, ഈ വീട്ടിൽ സംഭവിച്ച് കഴിഞ്ഞ അച്ഛാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ബാലൻ ഇങ്ങനെ ആര്യനെ ഞെട്ടലോടെ അങ്ങനെ നോക്കിയിരിക്കണം. അതെ, ഈ വീടിൻ്റെ താളം തെറ്റി, ഈ വീട് അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അച്ഛാ, അത് അച്ഛന് മനസ്സിലായിട്ടും അച്ഛൻ മനസ്സിലാവാത്ത പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.